വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും എ പി അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്, അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരും കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത? ഇവിടെ നവോത്ഥാനം നമ്മൾ ഉണ്ടാക്കിയതാണെന്ന വാദം 100% തെറ്റാണ്. നവോത്ഥാനം എന്ന വാക്ക് റോമക്കാരുടെ റെനൈസൻസ് എന്ന വാക്കിൻ്റെ മലയാളമാണ്. റെനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം പഴയതിനെയെല്ലാം പൊളിച്ചു മാറ്റി പുതിയതിനെ സ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ റെനൈസൻസ് എന്ന റോമൻ ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ലാറ്റിൻ്റെ, മനസ്സിലായില്ലോ, ലാറ്റിൻകാരാണ് ആദ്യമായി ഇത് ഉപയോഗിച്ചത്, പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നു. അപ്പോൾ റെനൈസൻസ് എന്ന വാക്ക് അതാണ് ഇവിടെ ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന നവോത്ഥാനം. എന്താ അത്? AD 15ാം നൂറ്റാണ്ടിലാണ് മാർട്ടിൻ ലൂതർ വരുന്നത്. മാർട്ടിൻ ലൂതറാണ് ക്രിസ്തു മതത്തിൻ്റെ നവോത്ഥാന നായകൻ. അതായത് എന്ത് ചെയ്തു? ലാറ്റിൻ സഭ കൊണ്ടുവന്ന പാരമ്പര്യ രീതികളും സിറിയാക് ഓർത്തഡോക്സ് കൊണ്ടുവന്ന പാരമ്പര്യ രീതികളെയും മാർട്ടിൻ ലൂതർ പൊളിച്ചു. അങ്ങനെ ഉണ്ടായതാണ് പ്രൊട്ടസ്റ്റന്റിനിസം. എന്താ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്താ പ്രൊട്ടസ്റ്റന്റിനിസം എന്ന് പറഞ്ഞാൽ? പഴയതിനെ മുഴുവനും എന്നിട്ട് പൊളിക്കുക, എന്നിട്ട് പുതിയതിനെ സ്ഥാപിക്കുക. ഇതിനാണ് നവോത്ഥാനം എന്നറിയാം. ഇതിവിടെ ഉണ്ടാക്കിയത് ആരെന്നെയാണ്? വഹാബികള്. നമ്മൾ എന്താ ചെയ്യാ? തടഞ്ഞിട്ട് പിന്നെയും പഴയവർക്ക് അറിയാം. സുന്നിയാളെ നവോത്ഥാനം പുറത്തേക്ക് വലിച്ചെറിയാം, വഹാബിയാളെ നവോത്ഥാനം മുന്നിക്ക് തള്ളുക. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. സുന്നികളെ വളർച്ച എന്ന് പറഞ്ഞാൽ പായനോനെ പിടിച്ച് പോടാ നബിന്റെ കാലത്തേക്ക്, സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തേക്ക്, മൊയ്തീൻ ശേഖന്റെ കാലത്തേക്ക്, പോടാ. വഹാബികളെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ലടാ, പോടാ മുന്നിക്ക്. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അല്ലേ? കാറി മനുഷ്യൻ കുറച്ചായിരുന്നു നിങ്ങൾ എന്നെ സഹിച്ചാളി. അന്തല്ലായ്മ സ്റ്റേജ് മക്കാരി വിളിച്ചു പറഞ്ഞാൽ നാടാണ് നാശാവും. നാശായോ എന്ന് വർത്താൻ നമുക്കറിയില്ല. നമുക്ക് തകർച്ച ഉണ്ടായിട്ടുള്ളൂ. അത് നമുക്ക് അറിയും ചെയ്യാം. നമ്മൾ തകർച്ചയ്ക്ക് പോവുകയാണ്. എന്തുകൊണ്ട്? സമാനാണ്. അതിനെ തടയാൻ നമുക്ക് കഴിയൂല. അപ്പൊ നമുക്ക് പിന്നെ എന്താ നമ്മളെ ഉലമാ ചെയ്ത്? പരമാവധി നമ്മളെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്ത് പിടിച്ചൽ നിർത്തി, കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തി. എന്നിട്ടും കയ്യിൽ നിന്ന് പോയി. അന്ന് 10 മഹലില്ല. സമസ്ത ഉണ്ടാക്കണ കാലത്ത് വഹാബികൾക്ക് 10 മഹല് തെളിച്ചില്ല. ഈ മഹാന്മാര് 32 മരിക്കാണ്. 32 ബഹുമാനപ്പെട്ട വരക്കൽ പാപ്പ മരിക്കുന്നത്. അതൊരു ദർജ കൊടുക്കട്ടെ. അപ്പോഴത്തിന് ഈ 10 മൈലിൽ 100 മൈലായിട്ടുണ്ട്. പുരോഗതിയോ അധോഗതിയോ? പുരോഗതിയോ അധോഗതിയോ? അധോഗതി. പക്ഷെ 1000 മൈലാവും 100 തടഞ്ഞു. നാല് ആലിമീങ്ങൾ വഹാബി അല്ലാത്ത കാലത്താണ്, 4 മോനിയന്മാര് വഹാബി അല്ലാത്ത കാലത്താണ് സമസ്ത തുടങ്ങുന്നത്. ഈ സമസ്തയിലെ 1ാം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചോലും വഹിക്കുമ്പോഴത്തിന് അത് 100 കണക്കിന് മൂല്യന്മാർ അങ്ങോട്ട് പോയി. എന്നാലും നമുക്ക് അധോഗതി തന്നെ. എന്നാലും കഴിഞ്ഞു. എന്ത്? 1000 കണക്കിന് മൂല്യന്മാര് പോകുന്നത് തടയാൻ നമുക്ക് കഴിക്കും. അത് സമസ്തയ്ക്ക് കഴിഞ്ഞുള്ളൂ. അതിനുണ്ടാക്കിയേ പുരോഗതി ഉണ്ടാകാനല്ല, അധോഗതിന്റെ തോത് തുറക്കാന്. ഇതാണ് സത്യം. ഇനി നുണ പറയണമെങ്കിൽ ഞാൻ വേറെ കൊല്ലത്ത് പറഞ്ഞാൽ ഇതാണ് നേര്. പറഞ്ഞു മനസ്സിലായോ? 10 മൈലിന് കയ്യില്ല ഒരു, പിന്നെ 1000 കണക്കിന്. ഇപ്പൊ 1000 കണക്കാണ്. ഇതാണ് അടിസ്ഥാനം. ഇന്നിപ്പോ നമ്മൾ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വന്നു. നമുക്ക് ശക്തമായ തടയലുണ്ടായിരുന്നു 980 വരെ. അതാണ് നമ്മുടെ നവോത്ഥാനക്കാലം. അത് അങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ വളർച്ചയുടെ കാലം 1980 വരെയാണ്. നാട് കണ്ണന പ്രസംഗങ്ങൾ, പൊതുജനം
സുന്നത്തമായത്തും അതിൻ്റെ അക്കീതയും പറയാൻ കഴിയുന്ന വലിയ വലിയ ആളുകൾ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു വാദപ്രതിവാദം കണ്ടെത്തിയ നമുക്ക് കഴിയൂല. പുതനം എന്തുകൊണ്ടാണ് മൂസോലിയർ ഉണ്ടായത്? എന്താ പിന്നെ ഒരു മൂസോലിയർ ഇല്ലാത്തത്? നമുക്കൊരു മൂസോലിയർ ഉണ്ടായിരുന്നു. മൂസോലിയർ എന്ന് പറഞ്ഞത് ഈ മൂശയിലിട്ട് വാർത്തയുടെ അവസാനത്തെ കണ്ണിയ. മനസ്സിലായില്ല? നേരമ്പളത്തെ ദർശനത്ത വൈകുന്നേരമായ വാബികൾക്ക് മറുപടി പറയാൻ പോവുക. ആരാ എതിരാളി? എടവണ്ണ അലവി മൗലവി പോലെ കിതാബ് തിരിയുന്ന വലിയ വലിയ ആളുകൾ. അവർക്ക് മറുപടി പറയാനാ പോണത്. അസമൂലിയർ പോകേണ്ടടത്തേക്ക് 3-4 സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അസമൂലിയർ പോവും, ഒരു സ്ഥലത്തേക്ക് ആര് പോവും? നാട്ടിക പോവും, ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഇവിടെ മരിച്ചൊരു ആളുണ്ടായിരുന്നു. നമ്മളെ നല്ല തമാശ പറയുന്ന ഒരു നമ്മളെ കല്ലൂർ ഉസ്താദ്, അല്ലാഹു അവരെ ദർജ കൊടുക്കട്ടെ, അല്ല മനോഹരമായി പ്രസംഗിക്കും. ഒരു ഭാഗത്തേക്ക് വാണിയം പോലെ പോകും. വൈകുന്നേരം പോകുക, എൻ്റെ ബസ് കയറി പോവുക. എവിടെയും ചാർവണം നടത്തി. അതുകൊണ്ട് നേരം വെളുത്ത ആഴത്തേക്ക് ഇറങ്ങി കിതാബ് പഠിക്കും. കാരണം എതിരാളി അത്രയും വലിയ തിരിവാടുള്ളവനാണ്. പിന്നെ ഓരും തന്നെ ഗണന പ്രസംഗം നിർത്തി. അപ്പൊ പിന്നെ ഞമ്മക്കും ആവശ്യമില്ലാതെയായി. പിന്നെ ഓരും തന്നെ പത്രം വായിക്കുന്ന ആളുകളായപ്പോൾ ഞമ്മക്കും ചന്ദ്രികയും സുപ്രഭാതം ഒക്കെ വായിച്ചാൽ മതി എന്നുള്ളടത്തെത്തി. പുറകോട്ട് 80 അവരെന്ത് ചെയ്തു? 82 കൊട്ടപ്പുറം സംവാദം. കൊട്ടപ്പുറം സംവാദം എന്ന് പറഞ്ഞാൽ മാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ സംവാദം നടത്തുന്നത്. മുന്നിൽ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും തത്തയെ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചാണ്. 81 അസമൂലിയൻ മരിച്ചു. അസമൂലിയൻ മരിച്ചപ്പോൾ ഇവർക്ക് ധൈര്യം വന്നു പൊളിക്കാൻ. അസമൂലിയർ കൂടെ അല്ലാത്ത ഒരു വാദപ്രതിവാദത്തിൽ ആരുണ്ടായിട്ടില്ല അതുവരെ. ഒറ്റക്കൊരു വാദപ്രതിവാദം അതുവരെ ആരും നടത്തിയിട്ടില്ല. എ.പി. സാർ നടത്തിയില്ല. ഞാൻ അത് സത്യം പറയുന്നില്ല, നമ്മൾ ഒന്നാണല്ലോ അന്ന്. പിന്നല്ലേ ഇപ്പൊ ഇതൊക്കെ വിഭാഗീയത ഉണ്ടായത്. 82 എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ 2 കൂട്ടരും ഒന്നാണ്. മനസ്സിലായോ പറഞ്ഞത്? അവിടെ കൊട്ടപ്പുറത്തിൽ ഗണ്ഡന മണ്ഡനം ആഴ്ചകളോളം നടന്നു. അവസാനം അവർ വെല്ലുവിളിച്ചു. അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു. അവർ ഷെയ്ഖുനാന്റെ അടുത്ത് പോയി. അപ്പൊ ഷെയ്ഖുന പറഞ്ഞ എ.പി. വിളിച്ചാൽ നടന്നു. ഷെയ്ഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കണത്? എ.പി. വിളിക്കണത്. എന്നെല്ലാം ഒന്നാണ്. അതിലാവട്ടെ അങ്ങോട്ട് കുടുങ്ങി തോറ്റു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വഹാബികൾ കൊട്ടപ്പുറത്ത് തോറ്റ പോലെ തോറ്റൊരു സംഭവം ഉണ്ടാവില്ല. എന്താ സംഭവം? 3 ദിവസം ചോദിച്ചിട്ടും എന്നതിന് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുന പറഞ്ഞതുമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായ പറഞ്ഞത്. അവിടെ ഞാൻ എ.പി. ചെറുതാക്കല്ല. വലിയ സ്ഥലം ഇന്നും അവരെന്നെയാണ് ഷെയ്ഖുന തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? 3 ദിവസം ചോദിച്ചിട്ട് അതിൽ ഒരു ദിവസം വിഷയം അവതരിപ്പിച്ചു മുസ്ലിയാർ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദ് മുസ്തഫ ഫൈസി ഇങ്ങനെ 2-3 ഞാൻ ആ വാദപ്രതിയിൽ പങ്കെടുത്തോനാ. അന്ന് ഞാൻ നാട്ടിൽ ദർസിലൂടെ 82 അസമൂലിയറിൻ്റെ വീട്ടിൽ വന്നു. 81 എന്നോട് പറഞ്ഞു, SLC കഴിഞ്ഞാൽ ഉടനെ കാസർഗോഡ് പോവാ, എന്നെ ഞാൻ വഹാബികളെ എങ്ങനെ എതിരിടാന്ന് പഠിപ്പിച്ചല്ല, ഇതിനടക്കണ്ട, അങ്ങോട്ട് പോരും, ഞാൻ വരാറും. പക്ഷേ ഞാൻ പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേന് അസമൂലിയൻ മരിച്ചു. അസമൂലിയൻ്റെ ബാപ്പാൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ചേകനൂർ വന്നപ്പോഴൊക്കെ ബാപ്പ പോയി കുളിച്ചുകൊണ്ടതാ. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് മുന്നിലൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ പോയി കിണറാ. അതിൽ നിറയെ മുഷുണ്ടാവും. മനസ്സിലായില്ലേ? ഇതിനെ പിടിക്കും, അതിൽ നീന്തും. ഞാൻ സ്കൂളിട്ട് വരുമ്പോൾ ബാപ്പി അസമൂലിയർ എത്രയോ കണ്ടതാ. എൻ്റെ വൈകുന്നേരം പൂള ഉണ്ടാവും. പൂള കുറച്ച് പുഴുങ്ങിയിട്ട് ഈ കറി വെക്കും. എന്നിട്ട് അത് കഴിച്ചിട്ടാണ് രണ്ടാളും നടന്ന് വാങ്ങാൻ പോവുക. അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വഹാബിക്ക് മറുപടി അറിയണ്ടാവും. ബാപ്പ കൊണ്ടുവന്നിട്ട് ബാപ്പ ഭക്ഷണം കൊടുത്ത് കൊണ്ടയാക്കി പരിയെ കൊണ്ട് തിരിച്ച് കിടത്തി ഉറക്കിയിട്ട് പിറ്റേന്ന് രാവിലെ ഇടക്കര കൊണ്ടേ ബസ്സേറ്റി വിടും. ഇതാണ് ബാപ്പാൻ്റെ പതിവ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ എന്നോട് അത് പറഞ്ഞു അസമൂലിയർ. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അസമൂലിയർ മരിച്ചു. പിന്നെ ഞാൻ പള്ളിശ്ശേരി 82 നാട്ടു ദർസ മൂത്തടുത്ത് അക്കാലത്ത് ഉണ്ടാവണ്. ആ 82 കൊട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം അങ്ങോട്ട് വാഷളായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ ഒരു ദ്വാരനാണ്ട പിരിഞ്ഞ് അല്ലെങ്കിൽ ജനം വിടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന് നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളാരും പേടിയില്ല.
ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുബയാകുന്ന ഇഷ്ടം ഉണ്ടാവില്ല. സുബയായി എന്നുള്ള സത്യമല്ലേ. സലാത്ത് ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞു. അപ്പോഴാണ് അപ്പളയും പുതിയ ഒന്നും പറഞ്ഞു. ഞങ്ങളിന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ മല്ലാക്ക, ഞങ്ങളവിടെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മാനായ ശൈഖുനാ ശംസുൽ ഉലമയും എ.പി. അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. അതൊരു വസ്തുത പറയാണ്. ഇതൊന്നും ആരും കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയാൻ തുടങ്ങി. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ഇന്ന് 100-ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്തഭിമാനം 100-ാം വാർഷികം നടത്താം? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. ഞാൻ പറയും, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇനി ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബോമ്മനും മോളിയല്ല, എന്താ പറയാ, പിന്നെ നോവലുകൾ. അത് നോവല് കുറച്ചെണ്ണം എഴുതിയാണ്ട് പറയാ തുടരുന്ന. ഞാൻ പിന്നെ തുടരും. കൂടുതൽ പറയണ്ട. ഇതൊന്നുമല്ല വിഷയം. ഇതിൻ്റെയൊക്കെ അപ്പുറമുണ്ട്. നമ്മളെ രണ്ടുകൂട്ടരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിൻ്റെപ്പുറം പറയാനുണ്ട്. വക്ക മൗലവിയാണ് ഇവരുടെ തലതൊട്ടപ്പൻ. ആരുടെ ഇന്നെ തന്നെ നോക്കി 1 മിനിറ്റും കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. 1932 വക്ക മൗലവി മരിക്കണത്. KM മൗലവിയുടെ ഏറ്റവും വലിയ നേതാവാണ് ആര്? വക്ക മൗലവി. അതായത് ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്ക മൗലവിയാണ്. മോഡേൺ സലഫിസം അതായത് പാൻ ഇസ്ലാമിസമാണ് എന്ത്? അഫ്ഗാനിയുടേത്. ഇസ്ലാമിക് മോഡേണിസമാണ് മുഹമ്മദ് അബ്ദയുടേത്. മോഡേൺ സലഫിസമാണ് റഷീദ് റിളയുടേത്. മനസ്സിലായോ? ഇന്നിപ്പം നമ്മളെ കുട്ടികൾ, പുതിയ കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിലേക്ക് കയറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് സുന്നിയാകാൻ കഴിയാത്തത്. നമ്മൾ വളരാൻ പാടില്ലായിരുന്നു. വളർന്ന നാശവും. ഇതാദ്യകാലക്കാർ വളർന്നില്ല, ആവശ്യം മാത്രം ചെയ്ത്. നമ്മൾ 980 ശേഷം വളരാൻ വിമ്പി. അപ്പോൾ നമ്മൾ നാശമായി. നാശാണ്. നാശത്തില്ല. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? നിങ്ങൾക്കൊരു രഹസ്യം കേട്ടൊരു രഹസ്യം, എന്നാ പരസ്യം, നല്ലൊരു ഉപമ. നമ്മളെ ബാപ്പ ഗൾഫ് പോയി പൈസ ഉണ്ടാക്കി ഒരു ലോഡ്ജ് തുടങ്ങി. ഇവിടെ സങ്കല്പിക്കുക, ഒരു ലോഡ്ജ് തുടങ്ങി. വെള്ളമെങ്കിലും തിരി മനുഷ്യന്മാര്. നമ്മളെ വാപ്പ ഗൾഫ് പോയി, നിങ്ങളിൻ്റെ കൂടെ വരി. ഒരു അത്ഭുതകരമായ ഉപമ പറയാം. ആ ഉപമയാണ് സമസ്തക്ക് സംഭവിച്ചത്. സമസ്ത ഇപ്പോൾ അധോഗതിയിലാണ്. 80 ശേഷം സമസ്ത അധോഗതിയിലാണ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്
ബേസിക് പർപ്പസ്. അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല. ഒരു സമന്വിതനായ സമസ്ത നേതാവിൻ്റെ നാട്ടിൽ ഒരു ഉപമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടേ ഉപമ അറിയുള്ളൂ. ഒരു ഉപമയ്ക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം തന്നോട്ടെ. 4-5 കൊല്ലം മുമ്പ് ജിഫിരി തങ്ങൾ ഒരു നാട്ടിലെ മക്ബറ സിയാറത്ത് ചെയ്തിട്ട് അവിടെ ദുആ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു വഹാബിക്കുട്ടി, സമുന്നതനായ വഹാബിക്കുട്ടിയും ചില കുട്ടികളും ചെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ജിഫിരി തങ്ങളെക്കുറിച്ച് എഴുതി, ഖബർ പൂജകൻ എന്നെഴുതി. അപ്പോൾ അവിടുത്തെ സുന്നികൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് മറുപടി പറയണമെന്നായി. അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാനാണ് മറുപടി പോയത്. മറുപടിയുടെ ദിവസത്തിൻ്റെ തലേ ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി നേതാവായ ഉമറാക്കള കൂട്ടത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തി എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പ്രശ്നം, അതായത് ഖബർ പൂജകൻ എന്ന് പറഞ്ഞു ആരെക്കുറിച്ച്? ഈ വിധങ്ങളെക്കുറിച്ച്. ഇത് ഞാൻ വായിച്ചു. എന്നിട്ട് മറുപടി കൊണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായ സുന്നി നേതാവ് വിളിച്ച് തലേന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളതിന് മറുപടി അറിയണ്ട, ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം ഏപ്പിക്കാരാ, ഇവിടെ ഭാബ്യൊന്നല്ല പ്രശ്നം, ഏപ്പിക്കാരാ, ഓലങ്ങൾ നന്നാക്കി 4 കുടച്ചിൽ കൂടെയാണെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം സോക്കട്. പിന്നെ ഞാൻ ആ നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ സുന്നി നേതാവിൻ്റെ മകനാണ് അവിടുത്തെ വഹാബികളുടെ നേതാവ്. ഇപ്പുറത്ത് സമസ്തൻ്റെ മദ്രസ ഉണ്ടായിട്ട് വഹാബി മദ്രസയിൽ 1 മുതൽ 10 വരെ പഠിപ്പിച്ചോണ്ട് അപ്പൻ്റെ മകൻ. ഇവനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ SMFൻ്റെ നേതാവ്. പിന്നെ അങ്ങനെ അറിയില്ലേ? അതിൽ നമ്മളിൽ പലരും പെട്ടുപോയി. നമുക്ക് യഥാർത്ഥ പണി നടത്താൻ കഴിഞ്ഞില്ല. അവർ വളർന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങി. ഉപമ പറയാം. എന്താ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ സമന്വയ വിദ്യാഭ്യാസത്തിലെ 90% കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിൻ്റെ ആളുകളാണ്. അതായത് എല്ലാവർക്കും പറ്റിയ ഒരു ഇസ്ലാം. ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പാൻ ഇസ്ലാമിസം ഇവിടെ കയറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത്? സമസ്ത. അതിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആര്? പാൻ ഇസ്ലാമിസത്തിൻ്റെ വക്താവും മോഡേൺ സലഫിസത്തിൻ്റെ വക്താവും വക്കം മൗലവിയാണ്. വക്കം മൗലവിയെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മഹമ്മൂദ് കൂരി ഹുദവി ഈ കഴിഞ്ഞ 10-ാം തീയതി പ്രസംഗിച്ചത് ഒന്ന് നോക്കിക്കളി. വ്യക്തമായി പറയാം, നമ്മൾ ചവിട്ടി പറയണ്ട. ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്ത്? സമസ്തയുടെ പ്രധാനപ്പെട്ട കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത് ദാറുൽ. അതിലെ പ്രധാനപ്പെട്ട അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് മഹമ്മൂദ് കൂരി ഹുദവി. ഈ കുട്ടി, ഈ ബാല്യക്കാരൻ മിനിഞ്ഞാന്ന് ഈ കഴിഞ്ഞ 9-10 ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഹാനായ മുസ്ലിം നേതാവ് വക്കം മൗലവിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വക്കം ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു പരിപാടി നടന്നിട്ടുണ്ട്. ആ പരിപാടിയിൽ എന്താണ് മഹമ്മൂദ് കൂരി പ്രസംഗിച്ചതെന്ന് കേട്ടാൽ, കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവ് ആരായിരുന്നു? വക്കം മൗലവിയായിരുന്നു. എന്നാൽ യാഥാസ്ഥിത പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സമ്മതിച്ചില്ല. ആരാത് പറയുന്നത്? ഹുദവി. എവിടുന്നാ ദാറൂദ് ഉണ്ടാക്കിയത്? സമസ്തന്ന്. SMF അല്ലേ? എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? ഇതെന്താ ഈ പറയണത്? മോഡേൺ സലഫിസം. മോഡേൺ സലഫിസത്തെ വക്താവാണ് ആര്? വക്കം മൗലവി. ഇത് പ്രസന്റ് ചെയ്യുന്ന ആരാ? ഹുദവി. എന്തേ? വളർന്നാൽ നാശവും. വളരേണ്ടിയിരുന്നില്ല. ഇനി പറഞ്ഞ കാര്യമില്ല. നമ്മളെ ബാപ്പ ഇവിടെ ഒരു ചെറിയ ലോഡ്ജ് തുടങ്ങി, ഗൾഫിൽ നിന്നൊക്കെ പോയി പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആരെങ്കിലുമൊക്കെ കുടുങ്ങിയാൽ വന്നാൽ, മറ്റേ കാരക്കുന്നിൽ കുടുങ്ങിയാലും രാത്രി വന്നാൽ ഓൾക്ക് വാടക കൊടുക്കാന്ന് വിചാരിക്കുക. അങ്ങനെ 4-5-10 മുറിൻ്റെ ഒരു ഇത് തുടങ്ങി. അങ്ങനെ ഒരു പെണ്ണുമാണ് വന്നാലും പോലെ കുടിക്കണ സർട്ടിഫിക്കറ്റ് വരെ എടുത്താലേ റൂം കൊടുക്കുള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളൊന്നും എന്താ തെളിവ്? മനസ്സിലായില്ല. അതുപോലെ പാസ്പോർട്ട് വരെ കാണിച്ചു കൊടുത്താലേ ബാപ്പ. കാരണം എനിക്ക് വ്യഭിചാരത്തിന്റെ പൈസ കൊടുത്താൽ വേണ്ട.
നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത്രയും സൂക്ഷ്മതയിലായിരുന്നു. പറയും വീടിരിക്കാൻ വരാൻ മൈക്കൂല, കള്ളു പിന്നല്ലേ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ബാപ്പയോട് മരിച്ചു. അപ്പൊ പിന്നെ കുട്ടിയേക്ക് തോന്നി എന്ത്, ഞമ്മക്കതിന് 5 സ്റ്റാർ ഹോട്ടലാക്കാം, വരുമാനം കൂടും, നാട്ടിലറിയും. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ വരെ അടിച്ചാൽ കേരളത്തിലെ ഇന്ത്യയിലെ 5 സ്റ്റാർ ഹോട്ടലുകൾ എന്നുണ്ട് അടിച്ചാൽ തെളിഞ്ഞേണ്ടി വരും. അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ. അപ്പൊ എല്ലാവരും പറഞ്ഞു, കുടുംബക്കാരും പറഞ്ഞു, കൂട്ടക്കാരും പറഞ്ഞു, ഇതൊക്കെ നമ്മളെ ബാപ്പാക്ക് തോന്നണ്ടേയിരുന്നു, മൂപ്പരിക്കനെ അന്തല്ലല്ലോ. അങ്ങനെ എല്ലാവരും വന്ന് തങ്ങന്മാരെ കൊണ്ട് എന്നെ തറക്കല്ലിടിച്ചു. അങ്ങനെയാണല്ലോ ചെയ്യുക. ഏതു തോന്നിയാസവും തങ്ങന്മാരെ കൊണ്ട് തറക്കല്ലിടിച്ച പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അവിടെ വീഡിയോ വരെ നടക്കൂല. ഇന്നവിടെ കള്ള് കൊടുത്തിട്ടില്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാവില്ല, പൊലിയാടിയിട്ടില്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലാവില്ല. ഇനി 7 സ്റ്റാർ ആണെങ്കിൽ തീട്ടക്കക്കൂസിൽ വരെ സ്വർണം പൂശണം. ലോകത്തൊരൊറ്റ 7 സ്റ്റാർ ഹോട്ടൽ തീട്ടക്കക്കൂസ് സ്വർണം. വളരുന്നതിനനുസരിച്ച് അടിസ്ഥാനം തളരും. ഇതാണ് സമസ്തക്ക് സംഭവിച്ചത്. അതിൽ നിന്ന് സമസ്ത രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചു നടക്കണം. തിരിച്ചു പോയി രക്ഷപ്പെടും. ഇസ്ലാം ഇങ്ങനെ 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 കാണുന്നുണ്ടോ? കാണില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇസ്ലാം 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 ഇങ്ങനെ 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 തുടങ്ങിയതാണ്. ഇനി അതെങ്ങനെ ആകണം? പുരോഗതിന്റെ പിന്നാലെ ഓടേണ്ട കാലല്ല ഏത്. ആഖിർ പരമാവധി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളവരെ സംരക്ഷിക്കാൻ കഴിയും. നിങ്ങളിൻ്റെ കൂടെ അല്ല. ഈ ഹദീസ് മാത്രം പിടിച്ചു നോക്കി. ബദഅ അൽ ഇസ്ലാമും ഗരീബൻ. അങ്ങനെയാ, ആരുമില്ലാതെ ഈ കയ്യിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ആളേ ഉള്ളൂ. പിന്നെ അങ്ങനെയായി, പിന്നെ അങ്ങനെയായി, അങ്ങനെയായി, പിന്നെ അങ്ങനെയായി, ഇങ്ങനെയായി, 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 ഇങ്ങനെ. ഇനി അത് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആകണം? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാലും സത്യത്തിൽ നമ്മൾ ആലിമീങ്ങൾ സമസ്ത മലബാർ ജമിയത്തുൽ ഉലമയെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? അത്രയും പ്രശ്നമാണ്. അപ്പം പരമാവധി ഏരിയ കുറക്കുക. അപ്പുറത്ത് പിന്നെ ഈ ശ്രമം വേണ്ടത്ര നടക്കാത്തതുകൊണ്ട് മറ്റൊരു ദക്ഷിണ ഉണ്ടാക്കി. ഒരു സംഘടനക്ക് പാരലിൽ വേറെ സംഘടന ഉണ്ടാക്കിയ ഈ സംഘടന എതിർക്കൂലേ? സമസ്ത എതിർത്തില്ല. എന്തുകൊണ്ട്? അവിടേക്ക് നമുക്ക് പണിയെടുക്കാൻ കഴിയൂല. അത് ഓരെടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ട്? ഇത് ഏരിയ പരമാവധി കുറച്ചാൽ ഇത് ശരിയാവുള്ളൂ. ഇപ്പം നമ്മൾ ബീഹാർക്ക് പോവുകയാണ്. ഇവിടെ നാശമായിട്ട് ബീഹാറിൽ അലിഫും ബാവും തിരിയില്ലെങ്കിലും ഈമാണ്ട്. നീ സ്വഹാബികൾ അവിടെ പോയാൽ ആ നാട് നാശമാവും. ഒരിക്കൽ നിസ്കാരം അല്ലെങ്കിലും ഈമാൻ ഉണ്ടായിരുന്നു. നീ നിസ്കാരം ഉണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. പുറത്തു പറയണ്ട. ഉച്ചോളയും കരിങ്കാലി, ഉച്ചോളയും കരിങ്കാലി. അന്തം പടച്ചോൻ തരണം. നമ്മൾ ഡൽഹിയിൽ സ്ഥാപനമുണ്ടാക്കി ഇവിടെ നന്നായിട്ടില്ല. ഇവിടെ സ്വന്തം നേതാവ് സുന്യ നിനക്കെന്ന് ഉറപ്പില്ല. പിന്നെ അവിടേക്ക് എന്തിനാണ്? സ്വന്തം അനുജൻ സുന്യെന്ന് ഉറപ്പില്ല. ഓനാര ഓം ആലിമ, പക്ഷെ സുന്യെന്ന് ഉറപ്പില്ല. ആണോ അല്ലേ? പണ്ട് നാടുകൾ മുത്തോട പഞ്ചായത്ത് മുഴുവൻ സുന്യ, എടക്കര പഞ്ചായത്ത് മുഴുവൻ സുന്യ, നെൽമൂർ പഞ്ചായത്ത് മുഴുവൻ സുന്യ, എല്ലാവരും സുന്യ. ഏതോ ഒരുത്തനുണ്ട്, ഒരു മമ്മദ് മൗലവി ഉണ്ട്. അതൊക്കെ ഓനെ കണക്കാക്കി അന്ന് ഇന്നോ പറയും. ഇന്ന് നമ്മൾ അപ്പുറത്തെ
മുറി കിടക്കണം നമ്മളെ ബാപ്പാന്റെ മകനായ സ്വന്തം അനുജൻ പറയും ഉദവിയാണ്, ഓൻ ബാപ്പിയാണ്, ഓൻ പൈസയാണ്, ഓൻ കാസിമിയാണ്. പക്ഷെ ഓൻ എന്താന്ന് നമുക്ക് ഉറപ്പില്ല. ഓൻ കാസിമിയാന്ന് നമുക്ക് ഉറപ്പുണ്ട്, പക്ഷെ എന്തുറപ്പില്ല, സുന്നിയാന്ന് ഉറപ്പില്ല. മറ്റ് ഓൻ കന്നൂട്ടിക്കാരനാണ് എങ്കിലും ഓൻ സുന്നിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ സയ്യിദന്മാര് പോലും സുന്നിയാന്ന് നമുക്ക് ഉറപ്പില്ല. അതെങ്ങനെ ഉറപ്പുണ്ടാകുക? കേരളത്തിൽ ഈ വിഷബീജം വിട്ടത് കെ മൗലവിയ. ആ കെ മൗലവിയെ പ്രശംസിക്കുന്ന പുസ്തകം ഒരു തങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ ആ തങ്ങൾ സുന്നിയാന്ന് എങ്ങനെ നമ്മൾ പറയാം? അതെങ്ങനെ നമുക്ക് പറയാൻ കഴിയാം? മൗലിദോദരല്ലേ, മൗലിദോദര ജീവിതത്തിൽ ഓതിയില്ലെങ്കിൽ സുന്നിയാവില്ലേ? മൗലിദ് ജീവിതത്തിൽ ഒരാൾ ഓതിയില്ല, സുന്നിയാവില്ലേ? മൗലിദ് മുഴുവൻ ഓതി നൽമാവിയാവൂലേ? ഒരു നാട്ടില് ഒരു കൂട്ടര്, ഒരു നാട്ടിലൊരു മാലിലൊരു മോലിയർക്ക് കൊണ്ട് 10 മുമ്പാ ഒരു മോലിയർക്ക് ജോലി കൊടുത്തു എൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ കുറച്ചാലും കഴിഞ്ഞപ്പോൾ ഇയാൾ ആ നാട്ട് രണ്ടാക്കി. കുറച്ച് അവിടെ മുഴുവനും സമസ്തൻ്റെ ആളുകളാണ്. പിന്നെ ഇയാൾ അവിടെ പിത്തനുണ്ടാക്കി മാലിൽ ജമാഅത്തിന് വരുന്നവരൊക്കെ ഇയാൾ സമസ്തിന്നുണ്ട് ഒഴിവാക്കി. നാട് രണ്ടായി പ്രശ്നമായി. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി അന്ന് 2 ആളുകളും ചർച്ചയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്ന് എന്താ നമ്മൾ ഇയാളെ കാട്ടുക, ഇനിയിപ്പോൾ ആളെ പറഞ്ഞേക്കാനും പറ്റൂല. ഞാൻ മമ്പാട് നിൽക്കണ കാലത്താണ്. അപ്പം ഞാൻ ചോദിച്ചു പേരോട്, നിങ്ങളിപ്പം നാശമായിട്ടല്ലേ വരുന്നുള്ളൂ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അന്ന് SOS സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒരാളവിടെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളോടൊക്കെ നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ? എന്നോട് ചോദിച്ചാൽ ഒന്ന് എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തെ അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവുണ്ട്, അയാളോട് ചോദിക്കാം. ചോദിച്ചാൽ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് വല്ല കുടിക്കടക്കം തരും. നാട് നാശാക്കാം ഈ ജാതിയൊക്കെ നിങ്ങൾ എന്തിനെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഒരു പറയാണ്, മൂപ്പര് വരുമ്പോൾ പത്രം ഉണ്ടാവുന്നു നോക്കുമ്പോൾ ചന്ദ്രിക പത്രം. അപ്പം നമ്മളാളാന്ന് നമ്മളാണ്ട്. ഞാൻ പറഞ്ഞു പോന്താ ഇയാളെ, നിങ്ങൾക്ക് എന്തുണ്ടോ? ഞാനീ ചന്ദ്രികൻ്റെ ആളാ, ഞാൻ എപ്പോഴെങ്കിലും ചന്ദ്രിക കൊണ്ടിടക്കണം. ചന്ദ്രിക ഒരുത്തൻ്റെ തൊക്കിൽ ജോലിക്ക് വന്നപ്പോൾ കണ്ട ഉറപ്പിക്കണ്ടേ? ഓൻ എന്തിൻ്റെ ആളല്ല, ചന്ദ്രികൻ്റെ ആളല്ല. ഓൻ തൽക്കാലം ജോലി ഇട്ടാൻ വേണ്ടി ഇവിടുന്ന് പീടിന്ന് വാങ്ങിയതാ. മനസ്സിലായ? നമ്മൾ അന്തം ഇല്ലാത്ത പണിയാണ് പഠിക്കുന്നത്. നമുക്ക് പുരോഗതി ഉണ്ടാവും, നമുക്ക് 100-ാം വാർഷിക സുന്നി ഉണ്ടാവില്ല. വരക്കൽ തങ്ങളുടെ സമസ്ത നമുക്ക് ഉണ്ടാവില്ല. വരക്കൽ തങ്ങളുടെ സമസ്ത ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിരിച്ചു പോയാൽ മതിയാവും. പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകളെ ഒന്ന് കൂട്ടി വിളിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊന്ന് സംസാരിക്കാം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനപ്പുറം പറയാൻ കഴിയും. നേതാക്കന്മാരോട് പോയി ചെന്ന് സംസാരിക്കാൻ ഞാൻ പണ്ടൊക്കെ പോയിരുന്നു. പിന്നെ ഓർക്ക് തിരക്കാം. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കൽ എന്നോടൊന്ന് വിളിക്കുകയും ചെയ്യാം. ഞാൻ എന്നെ വിളിക്കണമെന്നല്ല, തമ്മിൽ കൂടിയാലോചിക്കാമല്ലോ. എന്നല്ലാതെ നമ്മളിങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഒരുങ്ങി നടക്കണ മാതിരി 100-ാം വാർഷികത്തിന് ഒരുങ്ങി നടന്നാൽ നമ്മൾ ദീൻ നഷ്ടപ്പെട്ടു പോകലല്ലേ, വേറൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ നല്ല നിലക്ക് നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. എൻ്റെ കുട്ടി, എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, 6 പെൺകുട്ടികളുണ്ട്. ഈ കുട്ടികൾ സുന്നിയാകണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം പറയും? പണ്ട് സമസ്ത ഇല്ലാത്ത കാലത്ത് ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോൾ ഈ ആശയത്തിൻ്റെ എതിരാളി ഉള്ളത് കൊണ്ട് ഇനി ഇവിടെ എന്ത് വേണം? സമസ്ത വേണം. അതുകൊണ്ടാണ് സമസ്ത എന്നെ പുറത്താക്കിയിട്ടും എൻ്റെ പുരയിൽ എല്ലാ സംഘടനക്കാരും കയറി നിറങ്ങിയിട്ടും ഞാൻ പോയില്ല, പോകൂല. എൻ്റെ ഭാഗത്ത് ഇവിടെ ഈ നാട്ടിൽ ദീൻ നടത്താൻ സമസ്തക്ക് കഴിയുമ്പോൾ വേറൊരാൾക്ക് കഴിയൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് കൂടെ നിന്ന് കാര്യം പറയുമ്പോഴത്തേനും ഓൻ കൈകാലിയാണ്, മറ്റോനാണ്, ഓൻ മറിച്ചോനാണ് എന്ന് പറയരുത്. ഇപ്പോൾ ഈ ആഴ്ച ഒരുത്തര് കുറച്ച് ആളുകൾ എഴുതി വിട്ടിരിക്കണം, മൂപ്പര് പറഞ്ഞോടുത്ത് നിൽക്കൂല. ഞാൻ എന്തേ പറഞ്ഞു കൊടുത്തേക്കാനും? ഞാൻ പറഞ്ഞത് ഈ മനസ്സിലാക്കി കൊടുത്ത് തെറ്റിന്നല്ലാതെ ഞാൻ എവിടുന്ന പോയത്? ആദ്യകാലത്ത് കുറേ അന്തക്കടി എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് അങ്ങനെ അന്തക്കടൊന്നുമില്ല. പറഞ്ഞു കൊടുത്ത് ഞാനോട് മാറിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെ എഴുതി വിടാനും കാരണമുണ്ട്. ഈ ആഴ്ച ഒരു പ്രസംഗത്തിൽ PK കുഞ്ഞാലി സാഹിബ് കാര്യം എന്താണെങ്കിലും ആലിമീങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പ്രസംഗിച്ചു. അപ്പം ചില ആളുകൾക്ക് ചൊടിച്ചുപോയി. അത് 100% സത്യം. ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ആലിമോ ഒരു മുതാലിമോ ഒരു കാര്യം പോയി പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നൊരു മനുഷ്യൻ കുഞ്ഞാലി സാഹിബ. അയാൾ സുന്നിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് വേറെ വിഷയം.
മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു സുന്നി പോലും, സുന്നി എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സുന്നി മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഇല്ല. അവസാനത്തെ സുന്നി നേതാവ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.